ഹലോ ഗായ്സ്, നമുക്കെല്ലാവർക്കും ലൈഫിൽ നൻപണ്ട എന്ന് പറയാൻ വേണ്ടി കുറച്ച് കൂട്ടുകാർ കാണത്തില്ലേ? ഇവരാണ് എൻ്റെ കൂട്ടുകാർ, ജലീന, ഫെൽമ, കീർത്തി. അപ്പോൾ കുറച്ചധികം പേരുണ്ട് ഇനിയും. എന്നാലും ഞങ്ങൾ അങ്ങനെ ഒരു സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തു. അപ്പോൾ ജലീനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ 12 മണിക്ക് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യണം. നമുക്ക് ഭയങ്കര എന്താ പറയുക, സർപ്രൈസ് ആയിരുന്നു അത്. അപ്പോൾ കീർത്തിയാണ് കേക്കൊക്കെ ബേക്ക് ചെയ്തതും. അവളുടെ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു സത്യത്തിൽ അത്. പക്ഷേ അത് ഭയങ്കര വിജയകരമായൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതാണ് കീർത്തി ഞാനാണ് ബേക്ക് ചെയ്തതെന്ന് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഹഗ്ഗൊക്കെ കൊടുക്കുന്നു. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ നന്നായി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെർവ് ചെയ്യുന്നതാണ് കാണുന്നത്. ജലന ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജലന ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു ലേഡീസ് ഡേ ഔട്ട് പോലെ പ്ലാൻ ചെയ്തു എല്ലാവരുമായിട്ട്. അങ്ങനെ ജലന ഇനുവിനെ ഒരുക്കമാണ്. ഇനു ജലനയുടെ മോളാണ്. അപ്പോൾ അതാ ഒരു ചിരി കാണാം നമുക്ക്. അമ്മ ചിരിക്കുന്നു, മോള് ചിരിക്കുന്നു. ആഹാ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി. ഇപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റുഡിയോയിലേക്കാണ് ഗൈസ് പോകുന്നത്. നമ്മൾ സ്കൂളൊക്കെ പാസ് ചെയ്ത് ഒക്കെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കീർത്തിയെ കാണാം. ഇതാണ് കീർത്തി. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. ഫ്രണ്ടിൽ ജലനയുടെ അമ്മയാണ് ഇരിക്കുന്നത്. ഇതാണ് ഫെൽമ. ഫെൽമയുടെ ഒരു ചിരി കാണാം. ഹായ്, എന്ത് രസം. അങ്ങനെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. അങ്ങനെ സ്റ്റുഡിയോ കയറി ആദ്യം പോയ സെക്ഷൻ നമ്മൾ ചെരുപ്പ് സെക്ഷനാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചെരുപ്പ് മേടിക്കണമെന്ന്. ഇതും സ്റ്റുഡിയോയിലെ ചെരുപ്പ് എന്താണെന്നറിയത്തില്ല. ഞാൻ അങ്ങനെ ഓരോ ചെരുപ്പും തൊട്ട് നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ അവസാനം ഞാൻ ആദ്യം തൊട്ട ചെരുപ്പ് തന്നെ ഒന്ന് ഫൈനലൈസ് ചെയ്തു. ഇട്ട് നോക്കി. അതെനിക്ക് കുറച്ച് ലൂസായിരുന്നു. എന്നിട്ട് വേറെ ചെരുപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നു, എനിക്കറിയത്തില്ല. അപ്പോഴേക്കും ഫെൽമ ഒരു ജീൻസ് എടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ഷോ കാണാം. ആഹാ, എന്ത് രസം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് മിറർ സെൽഫീസ് പോലെ എന്തൊക്കെ കാണിക്കുന്നു. അപ്പോഴേക്കും ദൈനു ഒരു കൊച്ചിനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവർ കണ്ടുമുട്ടി ഗായ്സ്. ഇനി കൊച്ചിനെ നോക്കുന്നു, കൊച്ചി ഇനുവിനെ നോക്കുന്നു. എന്താണിത്? ഇനി ചോദിക്കുന്നു, നമ്മൾ ഫ്രണ്ട്സ് ആയാലോ? കൊച്ചു ഓക്കെ പറയുന്നു. ആഹാ, എന്ത് രസം. അപ്പോഴേക്കും ഫെൽമ കുർത്തിയൊക്കെ എടുക്കുന്നു മമ്മിക്ക്. പിന്നെ ഇനു കളിക്കുന്ന ചെരുപ്പുമായിട്ട്. കീർത്തി ഓരോന്ന് നോക്കുന്നു. വെറുതെ നോക്കത്തേ ഉള്ളൂ, ഒന്നും മേടിക്കാൻ പോകുന്നില്ല. പിന്നെ ചീക്ക് ടിൻറ്റ്. ആഹാ, എന്ത് രസം. നല്ല രസമുണ്ടല്ലോ. അപ്പോൾ അതവിടെ തന്നെ വെച്ചേക്കാം. പിന്നെ നമ്മളത് ലിപ്സ്റ്റിക് സെക്ഷനിൽ വന്നു. ആഹാ, റെഡ് ലിപ്സ്റ്റിക്. പ്രൈസൊക്കെ നോക്കി, എല്ലാം നോക്കി തിരിച്ചു വെക്കുന്നു. അടുത്തത് സ്പാർക്കിൾ. നമ്മൾ വെട്ടിത്തിളങ്ങും. എന്താ കീർത്തി, വെട്ടിത്തിളങ്ങണോ? ഏയ് വേണ്ട. അങ്ങനെ ഫെൽമയാണ് എല്ലാ ബില്ലും കൊടുത്തത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമ്മൾ ബില്ല് കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് കട മന്തി മനസ്സിൽ കയറി. കൊല്ലത്തെ ഏകദേശം ഏറ്റവും നല്ല മന്തി ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അങ്ങനെ കീർത്തി വെജായതുകൊണ്ട് കുക്കുമ്പർ മാത്രമേ കഴിക്കത്തുള്ളൂ. എന്തായല്ലേ. അങ്ങനെ മന്തി വന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി മന്തി കഴിക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലപോലെ കഴിച്ചു. പിന്നെ ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഫ്രണ്ടിലിരുന്ന് എന്തോത്തിനോ കരയുന്നുണ്ട്. എന്തിനാ നമുക്കറിയത്തില്ല. പിള്ളേരില്ലേ, കരയും. അങ്ങനെ ജലീന ഓരോരുത്തരെ ഡ്രോപ്പ് ചെയ്തു. ടാറ്റ കാണിച്ചു, പിരിയുന്നു. ഓക്കെ ഗായ്സ്, ടാറ്റാ.